ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ഉത്തർപ്രദേശിലെത്തും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 51 പൊതുനിരീക്ഷകരെയും 17 പോലീസ് ഒബ്സർവർമാരെയും നിയോഗിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ മണ്ഡലങ്ങളിൽ പ്രചാരണം സജീവം. രാജ്യത്ത് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിലും LPG ലഭ്യതക്കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. അസംസ്കൃത എണ്ണ ലഭ്യത സാധാരണ നിലയിലായെന്നും കേന്ദ്രം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ഉത്തർപ്രദേശിലെത്തും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര ദർശനം നടത്തുന്ന രാഷ്ട്രപതി പിന്നീട് മഥുരയിലേക്ക് പോകും. വിവിധ പരിപാടിയിൽ പങ്കെടുക്കും. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ധനവിനിയോഗ ബിൽ 2 ലോക്സഭ ഇന്ന് പാസാക്കി. കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചകൾക്ക് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ലോക്സഭയിൽ മറുപടി നൽകി. വിരമിക്കുന്ന 59 അംഗങ്ങൾക്ക് രാജ്യസഭ ഇന്ന് യാത്രയയപ്പ് നൽകി. ഈ മാസം 23-നാണ് സഭ വീണ്ടും ചേരുക. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗം പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ സംബന്ധിച്ച വിവരങ്ങൾ സമിതിയെ ധരിപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് MP ശശി തരൂറാണ് സമിതിയുടെ അധ്യക്ഷൻ. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുകയാണ്. ഈ മാസം 23 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. 24-നാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ സമയം. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. കേരളത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം സജീവമാക്കി. കേരളം, പുതുച്ചേരി, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്കുമായി 1111 നിരീക്ഷകരെ വിന്യസിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 557 പൊതുനിരീക്ഷകരെയും 188 പോലീസ് ഒബ്സർവർമാരെയും 366 ചെലവ് നിരീക്ഷകരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. കേരളത്തിൽ 51 പൊതുനിരീക്ഷകരെയും 17 പോലീസ് ഒബ്സർവർമാരെയും 40 ചെലവ് നിരീക്ഷകരെയുമാണ് വിന്യസിച്ചത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ 25 ലക്ഷം ഉദ്യോഗസ്ഥരെയും സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചാരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇതിനകം പുറത്തിറക്കി. CPIM 81 സ്ഥാനാർത്ഥികളുടെയും കോൺഗ്രസ് 55 പേരുടെയും BJP 47 സ്ഥാനാർത്ഥികളുടെയും പട്ടികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കിയത്. പാലക്കാട്, കൊടുവള്ളി, കോവളം മണ്ഡലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും LDF ഇന്ന് പ്രഖ്യാപിച്ചു. പാലക്കാട് NMR റസാഖും, കൊടുവള്ളിയിൽ സലീം മടവൂരും, കോവളത്ത് ഭഗത് റൂഫസുമാണ് LDF സ്വതന്ത്രർ. RJDയും ഇന്ന് 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വടകരയിൽ UDF സ്ഥാനാർത്ഥി KK രമ വീണ്ടും ജനവിധി തേടും. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വോട്ടെടുപ്പ് സുഗമമാക്കാൻ വിപുലമായ തയ്യാറെടുപ്പുകളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തന്യു കേൽക്കർ 1 മാസം മുമ്പ് പ്രദേശം സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 14 വാർഡുകളിലായി 919 പുരുഷന്മാരും 893 സ്ത്രീകളുമടക്കം 1803 വോട്ടർമാരാണ് ഇടമലക്കുടിയിലുള്ളത്. സൊസൈറ്റി കുടിയിലെ ഗവൺമെന്റ് ട്രൈബൽ UP സ്കൂളിൽ ഒരുക്കുന്ന പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഉദ്യോഗസ്ഥർക്ക് 15 കിലോമീറ്ററോളം കഠിന പാതകൾ പിന്നിടേണ്ടതുണ്ട്. വന്യമൃഗശല്യം രൂക്ഷമായ ഈ മേഖലയിൽ ജോലിക്ക് നിയോഗിക്കപ്പെടുന്നവർക്ക് പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കേരളത്തിലെ ഏക പോളിംഗ് സ്റ്റേഷനാണിത്. യാത്രാക്ലേശവും താമസ സൗകര്യങ്ങളുടെ പരിമിതിയും കണക്കിലെടുത്ത് 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്. അവശ്യ സേവന വിഭാഗത്തിൽപ്പെട്ട വകുപ്പുകളിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയുക്തരായവരിൽ തപാൽ വോട്ട് ചെയ്യേണ്ടവർ ഫോം 12D പാർട്ട് 2 പൂരിപ്പിച്ച് മാർച്ച് 21-ന് മുമ്പായി ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കണം. ഇവർക്ക് ഏപ്രിൽ 3, 4, 5 തീയതികളിൽ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ എത്തി വോട്ട് രേഖപ്പെടുത്താം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് കിരീടാവകാശിയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു. കുവൈറ്റിന്റെ പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും നേരെയുള്ള ആക്രമണങ്ങളെ ഇന്ത്യ അപലപിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.
രാജ്യത്ത് അസംസ്കൃത എണ്ണ ലഭ്യത സാധാരണ നിലയിലാണെന്നും റിഫൈനറികളിൽ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഭ്യന്തര LPG ഉൽപാദനം 40% വർദ്ധിപ്പിച്ചു. രാജ്യത്തുടനീളമുള്ള ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിലും LPG ലഭ്യത കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രധാന നഗരങ്ങളിലെ വാണിജ്യ LPG ഉപഭോക്താക്കളോട് PNGയിലേക്ക് മാറാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. യാത്രക്കാരുടെ സൗകര്യം, സേവനങ്ങളിലെ ഏകീകരണം, സുതാര്യത എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വിമാനങ്ങളിൽ കുറഞ്ഞത് 60% സീറ്റുകളെങ്കിലും അധിക ചാർജ് ഈടാക്കാതെ യാത്രക്കാർക്ക് അനുവദിക്കണമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഒരേ PNR നമ്പറിൽ യാത്ര ചെയ്യുന്നവരെ അടുത്തടുത്തുള്ള സീറ്റുകളിൽ ഒരുമിച്ച് ഇരുത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. കായിക ഉപകരണങ്ങളും സംഗീതോപകരണങ്ങളും കൊണ്ടുപോകുന്നതിന് സുഗമമായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗിന്റെയും ബിൽ അപ്ഡേഷന്റെയും പേരിൽ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ സജീവമാണെന്ന് പോലീസ്. മൊബൈൽ ഫോണിലേക്ക് ടെക്സ്റ്റ് സന്ദേശം അയക്കുകയും തുടർന്ന് വാട്സ്ആപ്പ് വഴി ഗ്യാസ് ബിൽ അപ്ഡേറ്റ് APK എന്ന പേരിലുള്ള ഫയൽ അയക്കുകയും ചെയ്യുന്നു. APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണം തട്ടിപ്പുകാരുടെ കൈവശമാകുമെന്നും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. ജലസാക്ഷരത വളർത്തുന്നതിനായി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച വാട്ടർ വോളണ്ടിയർ ക്യാമ്പയിനിന്റെ ഭാഗമായി ഈ മാസം 22 ലോക ജല ദിനത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ ജലസഭകൾ സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ശുദ്ധജലത്തിന്റെ ലഭ്യതയും സംരക്ഷണവും സംബന്ധിച്ച് അവബോധം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാട്ടർ വളണ്ടിയർ ക്യാമ്പയിന് കണ്ണൂർ ജില്ലയിൽ തുടക്കമിട്ടത്. ജലവും ലിംഗഭേദവും എന്നതാണ് ഈ വർഷത്തെ ലോക ജലദിനത്തിന്റെ പ്രമേയം. സുരക്ഷിതമായ കുടിവെള്ളവും ശുചിത്വവും അടിസ്ഥാന മനുഷ്യാവകാശങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ലിംഗസമത്വത്തിന്റെ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ധാരാളമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം പറയുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ജില്ലയിൽ ഹരിത കേരള മിഷന്റെയും കുടുംബശ്രീ മിഷന്റെയും ഭൂജല വകുപ്പിന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ അയൽക്കൂട്ട ജലസഭകൾ സംഘടിപ്പിക്കുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് കാഴ്ച പരിമിതരുടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. റീജിയണൽ ക്യാൻസർ സെന്ററിലേക്കുള്ള ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. തൃശൂർ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേർന്നു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല പൂരം അവലോകന യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാതല യോഗം ചേർന്നത്. തൃശൂർ പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഏപ്രിൽ 20-നാണ് കൊടിയേറ്റം. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി പാലക്കാട് ചെർപ്പുളപ്പേരി തെക്കുപറമ്പത്ത് മനയിൽ TM നാരായണൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. ഏപ്രിൽ 1 മുതൽ 6 മാസത്തേക്കാണ് നിയമന കാലാവധി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടി. വ്യാജരേഖ ചമച്ച് റേഷൻ കാർഡിൽ പേര് ചേർത്തെന്ന പരാതിയിൽ സപ്ലൈ ഓഫീസർ റേഷൻ കാർഡ് റദ്ദാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് നൽകിയ പരാതിയിലാണ് വോട്ടർ പട്ടികയിൽ നിന്നും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് നീക്കം ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര യോഗം ഇന്ന് സൗദി അറേബ്യയിലെ റിയാദിൽ ചേരും. രാജ്യങ്ങൾക്കിടയിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനുമാണ് യോഗം ലക്ഷ്യമിടുന്നതെന്ന് സൗദി അധികൃതർ അറിയിച്ചു. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച നടത്തും. ലബനന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു, 24 പേർ പരിക്കേറ്റു. മുന്നറിയിപ്പുകൾ ഇല്ലാതെയാണ് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്ന് ലെബനൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ഉത്തർപ്രദേശിലെത്തും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 51 പൊതുനിരീക്ഷകരെയും 17 പോലീസ് ഒബ്സർവർമാരെയും നിയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ മണ്ഡലങ്ങളിൽ പ്രചാരണം സജീവം. രാജ്യത്ത് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിലും LPG ലഭ്യത കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. അസംസ്കൃത എണ്ണ ലഭ്യത സാധാരണ നിലയിലാണെന്നും കേന്ദ്രം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്. ഇപ്പോൾ സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് at 9 കേൾക്കാം. ഡൽഹി റിലേ.